മാമു ഇനി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? ഹരിദ്വാർ. ഹരിദ്വാർ. ഓ ഹരിദ്വാർ. മാമു വരുന്നു? വരണമൊക്കെ ഉണ്ട്. എന്നാ വരണം. ഞാൻ വന്നാലേ എന്റെ മോന്റെ ജീവിതം കുത്തരിഞ്ഞു പോകും. അങ്ങനെ ചിന്നുവിന്റെ കാര്യം കഷ്ടമാവും. അല്ല അത് സംഗതി നേരാ. പക്ഷെ വേറൊരു കാര്യം, ഈ ലോകത്ത് അവന് ആരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് മാമനെ. എന്നെ മാത്രമല്ല, അവന് മൊത്തം എല്ലാരെയും പേടിയാണ്. അല്ല അതിപ്പോ അവനെ കുറ്റം പറഞ്ഞോണ്ട് കാര്യമില്ല. മാമന്റെ മോനല്ലയോ, മൊത്തം കുത്തിയാക്കുമ്പോഴും മുളയ്ക്കും. അല്ല അല്ല എന്നാലും അവൻ ആളുവാ. ആമാ. ആ മോളെ. ഉണ്ണിയപ്പൂ. ഉണ്ട്. അല്ല നീ അടുക്കള ഭരണം ഏറ്റെടുത്തോ? പിന്നല്ല, ഇത്രയും ദിവസം അവളാണ് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തു എന്നും പറഞ്ഞിട്ട് എന്റെ പേപ്പിച്ചിരിക്കുക. അവക്ക് റെസ്റ്റ് വേണോന്ന് കുറച്ച് ദിവസം. ആ ഫോണിൽ കുത്തി ഇരിപ്പുണ്ട് മേളില്. കുടി. അല്ലിത് ചായയാണല്ലോ. ആ കട്ടൻ ചായ. ഞാൻ ചോദിച്ച കട്ടൻ കാപ്പിയാ. അത് ഉണ്ണിയപ്പൂ ഈ ബ്ലാക്ക് ടീയല്ലേ കുടിക്കൂ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ. മക്കളെ ഒരു കട്ടൻ കാപ്പി ഇട്ടൂടെ? അല്ല രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. മാമൻ ചായ കുടിക്കുമല്ലോ, പ്രത്യേകം ഇടണ്ടാന്ന് വിചാരിച്ചു. അല്ല ഞാന് ചായ കുടിക്കുകയൊക്കെ ചെയ്യും. എനിക്കിപ്പോ ഒരു ആഗ്രഹം തോന്നിയത് ഒരു കാപ്പി കുടിക്കണമെന്ന്. അതാ നിന്റെ അടുത്ത് കട്ടൻ കാപ്പി ഇട്ടോണ്ട് വരാം. അല്ല ഇതിപ്പോ മാമന് ഫീലായ? അയ്യേ അങ്ങനെ ഫീലൊന്നും ആകത്തില്ല. കോഫി അല്ല അത് വേണ്ട മോളെ, അത് വേണ്ട മോളെ. എനിക്ക് വേണ്ട. അങ്ങനെ മനസ്സില്ലാതെ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്നാലേ ശരിയാകും. അയ്യോ മാമ മനസ്സില്ലാതെ, ഞാൻ ഒരുമിച്ച് കാര്യം പെട്ടെന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അല്ല എന്നാലും ഞാൻ നിന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു എനിക്കൊരു കട്ടൻ കാപ്പി വേണം എന്നുള്ളത്. അത് നീ കേട്ടതാ. സോറി മാമ, ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട. ഇനി എനിക്ക് എന്റെ കട്ടൻ കാപ്പിയും കട്ടൻ ചായ ഒന്നും വേണ്ട. എന്തോന്ന് മാമ, ഞാൻ ഇട്ട് തരാം. വേണ്ട മാമ. മാമൻ ആട്ടുംകാട്ടം തിന്നു? ഏയ് ഞാൻ തിന്നൊന്നുമില്ല. എന്നാ ഞാൻ തിന്നും, സ്നേഹത്തോടെ എന്നാ ഞാൻ തിന്നും. ഇതവള് അറിഞ്ഞോണ്ട് എനിക്ക് ചായ ഇട്ടുകൊണ്ട് തന്നതാ. ഞാൻ കട്ടൻ കാപ്പിയാ ചോദിച്ചെന്ന് അവക്ക് അറിയായിരുന്നു. എന്നിട്ട് മനഃപൂർവ്വം എനിക്ക് കട്ടൻ ചായ കൊണ്ട് വന്നിരിക്കുക. എന്റെ പൊന്നു മാമ, ഞാൻ കാപ്പി ഇട്ട് തരാം. വേണ്ട, എനിക്ക് ഇനിയിപ്പോ അത് വേണ്ട. എന്നെ ഒഴിവാക്കുക എന്ന് എനിക്ക് മനസ്സിലായി മോളെ. ഒരു കട്ടൻ കാപ്പി ചോദിച്ചിട്ട് കട്ടൻ ചായ കൊണ്ടുവരാന്ന് പറഞ്ഞ എനിക്കൊന്നും പറയാനില്ല. മാമ കാപ്പി എടുക്കട്ടെ? കാപ്പി വേണ്ട, ചായയും കാപ്പിയൊന്നും വേണ്ട. നിനക്കൊരു കട്ടൻ കാപ്പി അപ്പഴി ഇട്ട് കൊടുത്തൂടായിരുന്ന? പറ്റിപ്പോയി അപ്പു, പെട്ടെന്ന് കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങനെ ചെയ്ത്. ആ മൂടങ്ങ് പോയി. കാപ്പി ഇട്ട് കൊടുത്താ മതിയായിരുന്നു. മാമ പിണങ്ങിയല്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? കോഫി ഇട്ട് കൊടുത്താലോ പിണക്കം മാറ്റാൻ? ഡാർക്കോടെ കോഫി ഉണ്ടാക്കി കൊടുക്കാം, അതാവുമ്പോ കഴിച്ചിട്ടില്ലല്ലോ. കാപ്പിപ്പൊടി ഇല്ലേ? ആ ഉള്ളതുകൊണ്ടിടാം. ഹായ് സെറ്റ്. എന്റെ അമ്മേ,
പൊന്നുമോൾ എന്താ വിളിച്ചേ? ചേച്ചിന്ന്. ആ ഇന്ന് കാക്ക മലർന്ന് പറക്കും. എന്തുവാടി ഇത്? ഇതാ കുന്തം. നീ ഇപ്പൊ എന്തിനാ വന്നേ? ചായ കുടിക്കാൻ. ചായ കുടിക്കാനല്ലേ? എടുത്തു കൂടി അവിടെ വെച്ചിട്ടുണ്ട്. എടുത്തു കുടിക്കാനാ? ഇവിടെ എന്തോടെ ഒരു ഗ്ലാസ് ചായ എടുത്ത് തന്നൂടെ നിനക്ക്? 2 ഉണ്ട കൈ ഇരിക്കുകയല്ലേ, എടുത്ത് അങ്ങ് കുടിച്ചുകൂടി. ഒരു അനിയത്തിന്റെ അടുത്ത് പറയണ വർത്താനോ? ആ കോഫിയാണോ? 2 കണ്ണു ഇപ്പൊ തള്ളി ഇങ്ങനെ ഇതിന്റെ അകത്തോട്ടൊന്ന് വീഴും. അത് വെച്ചിട്ട് പോ. കോഫി തന്നെ, ഡാൽഗോണ കോഫി. ഡാൽഗോണ കോഫിയോ? ആ ആർക്ക്? എന്റെ മാമന്. അത് നീ മാമന് മാത്രം ഉണ്ടാക്കോളാ? എടി ഇത് സ്പെഷ്യൽ ആണ്, മാമന് വേണ്ടിട്ട് ഉണ്ടാക്കിയത്. എടി എനിക്ക് കൂടെ താടി. എടി ഇത് ഒരാൾക്കുള്ളതേ ഉള്ളൂ, ഒന്നാതെ കാപ്പിപ്പൊടിയില്ല. കഷ്ടറങ്ങി ഒന്ന് പൊടിയാണ്. കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയോടി? ഇല്ല മാമ. ഇല്ല. പിന്നെ എന്താ ഉണ്ടാക്കാനാ നീയൊക്കെ ഇവിടെ നിൽക്കുന്നേ? എന്താ ഉണ്ടാക്കാനാ നീ ഇവിടെ നിൽക്കുന്നത്? പൊടി കിടന്നു. ഞാനേ കോഫി ഉണ്ടാക്കി മാമന് വേണ്ടിട്ട്. ഏ ഡാൽഗോണ കോഫി ഉണ്ടാക്കിയെന്ന്. ഡാൽഗോണ കോഫി. ഡാൽഗോ നാ കോഫി. ആ എനിക്ക് വേണ്ട. വേണ്ട. എന്തു മാമ, എന്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെന്നറിയോ? എനിക്ക് വേണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞേ? വേണ്ടെന്നല്ലേ പറഞ്ഞേ? നീ എന്തോ എക്കോയെ? മാമ എന്നെ നോക്ക്. വേണേ നിനക്ക് മറ്റേ ബാങ്ക് ജോലിയുള്ള ഒരാളുണ്ടല്ലോ, രവി, അങ്ങേർ കൊണ്ട് കൊടു. അച്ഛനോട് കേട്ടോ, എനിക്ക് നിന്റെ ഒന്നും കാപ്പിയും വേണ്ട ചായയും വേണ്ട. വേണ്ട. നിന്റെ ഒന്നും കാപ്പിയും വേണ്ട ചായ വേണ്ട. ചായയും വേണ്ട. റിങ്കി എന്ത് കോഫി ഇങ്ങട്. എന്തിന്? എനിക്ക് കുടിക്കേ? എടുത്ത് കൂടി. അങ്ങനെ പറ. അയ്യോ ചൂട്. അതെ, കാപ്പിപ്പൊടി വാങ്ങിച്ചോണ്ട് വരണം. എന്തിന്? മാമന് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. ഇവിടെ മാമനല്ലേ ചായയും കാപ്പിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങി പോയത്? ഓ അത് ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കും. എനിക്കൊക്കെ പറ്റൂല എടുത്തോണ്ട് വരാൻ. പിന്നെ എന്തിനു കൊള്ളാം, എപ്പോഴും കുടിച്ചു അവിടെ ഇരുന്നോ. റിങ്കി പോലെ ഇതെങ്ങനെ കുടിക്കണേ? കലക്കി അങ്ങ് അണ്ണാക്കിലെടുത്ത് ഒഴിച്ചു കുടി. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തുവാ? മാമ മാമ സോറി മാമ, എന്നെ ഒന്ന് നോക്ക്. ഞാൻ മാമന് വേണ്ടിട്ടല്ലേ ആ സ്പെഷ്യൽ കോഫി ഉണ്ടാക്കിയത്, എന്നിട്ട് എന്ത് കുടിക്കാത്ത? എനിക്ക് വേണ്ട. ഞാനൊരു കാപ്പിയല്ല ചോദിച്ചുള്ളൂ, അതും വെറും കട്ടൻ കാപ്പി. അതിന് നീ ഡിങ്കോൾഫി ഉണ്ടാക്കിണ്ടോ? എങ്ങനെ? ഡിങ്കോൾഫി അല്ല, ഡൽഗോണ കോഫി. ആ രണ്ടും ഒന്നും തന്നെ. എനിക്ക് വേണ്ട 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 വേണ്ട. ആ ഇടി റിങ്കി, കഷ്ടം തന്നെ നിന്റെ കാര്യം. ഒരു കട്ടൻ കാപ്പിയല്ലേ ചോദിച്ചോ, അതെനിക്ക് ഇട്ട് കൊടുത്തിട്ടായിരുന്നോ? കട്ടൻ കാപ്പി ഇനി ഇടാൻ പറ്റൂല. പറ്റൂലെന്ത്? സ്വന്തം മാമൻ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി പോലും ഇടാൻ നിനക്ക് പറ്റൂലല്ലേ? പിങ്കി എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ മാമ, കാപ്പിപ്പൊടി തീർന്നു പോയി. ഓ പിന്നെ നീ എങ്ങനെ ഡൽഗോണ കോഫി ഉണ്ടാക്കിയേ? മാമ അത് ഉണ്ടാക്കാൻ വേണ്ടി 1 സ്പൂൺ ഉണ്ടായിരുന്നു, അതെടുത്തിട്ടാ ഞാൻ ഉണ്ടാക്കിയേ. ആ സ്പൂൺ ഇട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കിയാ പോരായിരുന്നു? എനിക്ക് പൊടി ഇടുന്നു. കഷ്ടല്ലേ മാമ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോയ്യടി. അതെ, 1 ഗ്ലാസ് ചുക്ക് കാപ്പി ഉണ്ടാക്കി തന്നാ അത് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ. എന്താണ് നീ പറഞ്ഞേ? ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നോ? നിനക്കൊരു കാര്യം അറിയാവോ? നിന്നെ നിന്റെ തള്ള മണിക്കുട്ടി പ്രസവിച്ചിട്ടെന്നേ ഉള്ളൂ, പക്ഷെ നിന്നെ വളർത്തിയത് ഞാൻ എന്തത് എന്തിനകത്തിട്ടാ. ഈ മാമ ഇത് എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്ന? എടി, ഒരു മാമന്റെ മുഖത്തേക്ക് പറയാൻ പറ്റുന്ന വർത്താനമാണോ എടി നീ പറഞ്ഞേ? ആണോ? ഏത് നേരത്താണോ എന്തോ കട്ടൻ ചായ ഉണ്ടാക്കാൻ തോന്നിയത്? കട്ടൻ കാപ്പി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. എല്ലാം എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അല്ല അല്ല, നിന്നെ തന്നെ പറയുന്നുള്ളൂ. ഓ ഒന്നെണീറ്റ് പോടി അവിടുന്ന്. കടിക്കൂ. ഇവളിത് എവിടെ പോയി? കാണാനും ഇല്ലല്ലോ. ചേച്ചി. ആ കാത്തു, കിട്ടിയാടി? ഓ കുറച്ചേ ഉള്ളൂ, പിന്നെ ഞാൻ ഇങ്ങെടുത്തോണ്ട് വന്നു. ഇതെങ്കിലും കിട്ടിയല്ലോ, ഭാഗ്യം. അല്ലെങ്കിൽ ഇതാകിച്ചിട്ട് ഒരു തുള്ളി കാപ്പി കൊടുത്തില്ല എന്നും പറഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത വഴി. പ്രശ്നം അതൊക്കെ ഉണ്ട്. നീ വാ, നമുക്ക് ഇത് ഉണ്ടാക്കാം, മാമന് കൊടുക്കണം.
എന്നാലൊരു കാപ്പിക്ക് വേണ്ടിട്ട് മണിക്കുട്ടൻ മാമൻ പിണങ്ങിയത് ഇങ്ങ് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പിണങ്ങിയത് കാപ്പിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പൊ എനിക്ക് സ്നേഹമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ ഏഷ്യനെ കൂട്ടാനായിട്ട്. അത് ഞാൻ നേരത്തെ വിചാരിച്ചതാ. ഈ സമയത്ത് കൊണ്ടുവന്ന എന്തായാലും നന്നായിട്ടാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ചേച്ചി ഇതൊക്കെ ഇട്ട് കൊടുക്കും, ഞാൻ ഇറങ്ങാം. നീ പോന്നാ? ഓ, നീ ട്യൂഷൻ. എന്നാ ശരി, പോയിട്ട് വാ. അപ്പൊ ശരി, ടാറ്റ. അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോ മധുരം കൂടിപ്പോയെന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടോ പറഞ്ഞിട്ടായിരിക്കും ബഹളം. സർപ്രൈസ് എടുക്കാം. ഇതാവുമ്പോ മാമന്റെ ഇഷ്ടത്തിനെടുത്ത് കുടിച്ചോളൂ. ഡേയ്, നീ അത് കാര്യമാക്കണ്ട. കാപ്പി കൂടി തീർന്നു പോയത് കൊണ്ടല്ലേ. കാര്യമൊക്കെ ഉണ്ടെന്നോ? അയ്യോ, അങ്ങനെ വിട്ടാ ശരിയാവില്ല. മാമ നല്ല രീതിയിൽ പ്രതികരിക്കണം മാമ. അതെ, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ എത്ര കാപ്പി കുടിച്ചോണ്ടിരുന്ന എന്റെ മാമനാണെന്ന് അറിയും. ഇപ്പൊ ഒന്ന് ദാഹിച്ച് തൊണ്ട നനയ്ക്കാൻ പോലും ഒരു തുള്ളി കാപ്പിയില്ല കേട്ടോ. ഒരു കാപ്പിയുടെ പേരും പറഞ്ഞ് രാവിലെ തുടങ്ങിയതാ. രാവിലെ തുടങ്ങിയ മാമ, എന്നിട്ടും താണ്ട സമയം ഇതുവരെ ഞാനൊരു കാപ്പി കുടിച്ചിട്ടില്ല. റിങ്കി ആകെ മാറിപ്പോയി മാമ. ഇപ്പൊ അവക്ക് അനിയത്തിന്നോ മാമനെന്നോ ഒന്നുമില്ല. അങ്ങനെ അങ്ങ് കേറി മുറത്തി കേറി കൊത്താതെ കേട്ടോ. കാപ്പി കിട്ടാത്തപ്പം ആ സമയത്ത് എനിക്ക് ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹലോ, ആ പ്രവീണേ, എന്തൊക്കെയുണ്ടാ വിശേഷം? മാമാ, കാപ്പി. കാപ്പി. ആ ശരി, നല്ല മൂർച്ചയുള്ള വെട്ടുകത്തിയുണ്ടോ? വെട്ടറാ. വെട്ടിക്കോ, ധൈര്യമായിട്ട് വെട്ടിക്കോ. ആ വെട്ടിക്കോ. 4 കൊല. 4 കൊല മതി. വിളഞ്ഞ 4 അവിടെ നിപ്പുള്ളത്. 4 വെട്ടിയാ മതി. പഞ്ചസാര ഇടട്ടെ? ആ, ഒരു സ്പൂണാ. അപ്പൊ ഇതൊന്ന് പിടി. ഒന്നിട്ടോ. ആ, ഇളക്കടാ, ഇളക്കണം. നല്ലപോലെ ഇളക്കണം. ഒന്നുകൂടി ഇട്. ഒന്നുകൂടി ആണോ? ഒന്നുകൂടി ഇട്. എങ്ങനുണ്ട്? എന്നാ ഒരു 2 കൂടി ഇട്. ഇതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? 2 കൂടി ഇട്. ആ, ശരിയായില്ലെങ്കിൽ ഒന്നും കൂടി ഇട്. ഒന്നും കൂടെ ഇളക്ക്. നല്ലപോലെ ഇളക്കിയല്ലോ. ആ, ഇളക്കി. ആ, അപ്പൊ ഇത് ഇപ്പൊ ചാണകമായിട്ട് നല്ല മിക്സ് ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ചോട്ടിലോട്ട് ഇട്ടു. ആ, വാഴയുടെ ചോട്ടിലോട്ട്. ആ വന്നിട്ട് കുപ്പിയോ അതൊക്കെ വന്നിട്ട് പറയാം. വന്നിട്ടേ ഞാൻ അവിടെ വന്നിട്ട് സംസാരിക്കാം. വെക്കുക. ആര് ഫോൺ വിളിച്ച? ആര്? മാമ, ഇത് നമ്മുടെ പ്രവീണില്ലേ, നേരത്തെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ പോയിക്കൊണ്ട് അവനിപ്പോ ആ പണി നിർത്തിയിട്ട് ഇപ്പം വാഴകൃഷി തുടങ്ങിയിരിക്കും. അതിനകത്ത് അവൻ ഈ വളവിടുന്ന കാര്യം ചോദിച്ചാ. ഇതെന്തുവാടി ഇത്? തേനോ? കട്ടൻ കാപ്പിയാണോ തേനാണോ ഇത്? ഇടി മധുരവും എല്ലാം കൂടെ ഇതിനകത്ത് ചേർത്ത് തന്നെ ഷുഗർ പിടിപ്പിച്ചിട്ട് കൊല്ലാനുള്ള പരിപാടിയല്ലേ? മാമനല്ലേ പറഞ്ഞു ഇട്ടോന്ന്. ഇടി, അത് ഞാനേ എന്റെ സുഹൃത്ത് പ്രവീണിന്റെ അടുത്ത് ചാണകത്തിനകത്ത് കീടനാശിനി കലർത്തുന്ന കണക്കാ ഞാൻ പറഞ്ഞത്. അത് എന്റെ അടുത്താണെന്നാ ഞാൻ വിചാരിച്ചേ. ഓഹോ, ഇത് മനഃപൂർവ്വമാണ് മാമ, മനഃപൂർവ്വം. ഈ കാപ്പി അങ്ങനെ കുടിച്ച് എന്റെ മാമൻ ചത്തു വരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പിങ്കി, നീ എന്റെ ഇടി വാങ്ങിക്കേ. നീ എന്തിനു ആവശ്യമില്ല ഇത്രയും പഞ്ചാര വാരി ഇട്ടത്? അപ്പൊ ഫോണിലാണ് പറഞ്ഞത്, ഞാൻ അറിഞ്ഞില്ല. എടി, ആഹാരം പാചകം ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പാചകം ചെയ്യണം, എന്നാലേ അതിന് ടേസ്റ്റ് വരും. അല്ലാതെ ഇതുപോലെ ആർക്കാനും വേണ്ടി ഓക്കാനിച്ചാലേ ഇങ്ങനെ ഇരിക്കും. എന്ത് കഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്താലും കുറ്റം തന്നെ. എന്നാ കൊണ്ടു അവള് പോയി. അവള് പ്രയാസത്തിൽ പോയിരിക്കാണ്. പോ, ചെന്ന് സമാധാനപ്പെടുത്ത് പോ. ഓടി ചെന്ന് സമാധാനപ്പെടുത്ത് പോ. ഓടി വരുന്നു പറഞ്ഞ കഴിച്ചില്ല. പോ, സമാധാനപ്പെടുത്ത്. മണിക്കുട്ട, വാ, നമുക്കും പോവാ അങ്ങോട്ട്. പോയി സമാധാനപ്പെടുത്താം. വാ, അവള് വലിയ പ്രയാസത്തിൽ പോയിരിക്കാനുണ്ടേ. പണിക്കുട്ട, എന്റെ മാമ,
അവൾ എന്റെ കൊച്ചാണ്. ആ. അങ്ങനെ കൂടുതൽ നേരം എന്നോട് പിണങ്ങിയിരിക്കാൻ നോക്ക് പറ്റ. നീ ഇതെന്താ കാണിക്കണേ? കണ്ടൂടെ ഞാൻ പോണു. നീ എവിടെ പോണ്? എവിടെ പോയാൽ നിനക്കെന്താ? റിങ്കി നീ അതുകൊണ്ട് വിട്ടാണ്. ഈടെ റിങ്കി ഞങ്ങൾ തമാശക്ക് പറയണല്ലോ ഓരോന്നും. നീ ഇറങ്ങിപ്പോ. ഇത് കുഞ്ഞു റിങ്കി, നിനക്ക് മാമനെ അറിഞ്ഞൂടെ റിങ്കി? എനിക്ക് മാമൻ അറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും സങ്കടം വന്ന. നീ വിട്ടാണ് റിങ്കി. മതി ചുമ്മാ ഷോണിക്കണം. റിങ്കി അത് പറയണേടി. എനിക്കൊന്നും കേക്കണ്ട. എന്ത് കഷ്ടം നോക്കിനെ. എവിടെ പോണ്? എവിടെ പോവല്ലേ? റിങ്കി 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 വിടടി. ഇവിടെ നില്ലടി. നീ എന്തോ കാണിക്കുന്നേ? പോ മാറ്. പറയണ്ട റിങ്കി. നിനക്ക് എന്ത്? എന്താ 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 കാര്യം എന്താ? അവൾ ഇറങ്ങി പോവാൻ പോണെന്ന്. ഞാൻ പോണു. എവിടെ പോണു? മാറിക്കേ ഞാൻ പോണു. മാറിക്കേ മോളെ. സമാധാനമായിട്ടിരിക്കേ. ഞാൻ പോണെന്ന്. സമാധാനമായിട്ടിരിക്കേ. എന്നോട് ആർക്ക് വേണ്ടല്ലോ, പിന്നെ ഞാൻ എന്താ ഇവിടെ നിക്കണേ? എല്ലാവരോടും കുറച്ച് ദിവസം സന്തോഷത്തോടെ നിക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നെ. അപ്പൊ ആർക്കും എന്നെ വേണ്ട. എടി അതേ, നിന്നെ ഒന്ന് വട്ട് കളിപ്പിക്കാൻ വേണ്ടി ഞാനൊരു തമാശ കാണിച്ചതല്ലേ. ഏ? തമാശ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് നീയാണ് ഏറ്റവും വലിയത്. നീ കഴിഞ്ഞിട്ടേ മറ്റു വേറെ ആരുമില്ല. അപ്പൊ ഞാനാ? അല്ല, നീ രണ്ടാമത് വന്നല്ലേ. ഞാൻ രണ്ടാമതായാലും വന്നില്ലേ? അല്ല, ആ വന്നതിന്റെ ദുരിതം ഈ വീട്ടിലുണ്ടടി, അല്ലേ മാമ? രവിക്ക് ആദ്യമായിട്ട് ഒരു പെൺകുഞ്ഞ് പിറന്നെന്ന് പറഞ്ഞപ്പം ഞാൻ രാഖിരാമായണം കാറ് പിടിച്ചവിടെ എത്തി. അന്നത്തെ കാര്യമൊന്നും ആലോചിക്കാൻ ഇപ്പോഴും വയ്യ മാമ. അതായത് മണിക്കുട്ടിയെ അങ്ങോട്ട് പ്രസവത്തിനായിട്ട് ആശുപത്രിക്കകത്തോട്ട് കയറ്റിയപ്പോഴേ ദാണ്ട കിടക്കുന്ന രവിയമ്മ ബോധം കെട്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് നഴ്സ് വന്നിട്ട് ആദ്യമായിട്ട് കുഞ്ഞിനെ ആരുടെ കയ്യിലോട്ടാ തന്നത്? എൻ്റെ ഈ കയ്യിലോട്ടാ തന്നത്. എന്തൊരു വേദനും ഇവക്ക് ഞാൻ വേണമായിരുന്നു അന്നോട്ട്. അതെനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ. എന്തിനേതിനും എന്റെ മാമൻ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് എന്തോ. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലേ? അപ്പോഴേ മാമൻ ഇനിയിപ്പൊ കോഫി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലേ? ഓ, അതൊക്കെ എന്തോന്നടി, ഒരു നേരം കാപ്പി കുടിച്ചെല്ലുന്നൊരു ചത്തുകൂത്തൊന്നുമില്ലല്ലോ. ഓഹോ, എന്നിട്ടാണ് എന്നെ കൊണ്ട് 8ഉം 10ഉം കാപ്പി ഒരു ദിവസം ഇടിയിപ്പിക്കുന്നത് അല്ലേ? എത്തിയാത്ത എനിക്ക് കാപ്പി വേണ്ടിയിട്ടല്ല, നിനക്ക് കാപ്പിയുടെ ഒരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും ചെറുപ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ എക്സ്പീരിയൻസ് തരല്ല മാമ. അയ്യടി കൊച്ചു പ്രായം. നീ വേണേ നീ ഒരു കാര്യം ചെയ്യും, ഈ ബാഗ് അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നീ അടുക്കളയിൽ ചെന്ന് മാമനൊരു കാപ്പി ഇട്ടുകൊണ്ട് വാ. അതാണ് പിന്നെ കാപ്പി. എടി സാധാരണ കാപ്പിയല്ല, മറ്റേ നീ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഡിങ്കോൾഫിയും. ഡിങ്കോൾഫി അല്ല, ഡാൾഗോണ. ഡാൾഗോണ അതേലും ഉണ്ടാക്കിക്കൊണ്ട് വാ. എന്നാ എനിക്ക് വേണം. എങ്കിൽ എനിക്കും വേണം. അങ്ങനെയാണെങ്കിൽ 4 ഡിങ്കോൾഫി. പിടിച്ചോ. ഓ ഉരുളയ്ക്ക് പേര്